ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പൂന്താനം നമ്പൂതിരിപ്പാടും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ താമസിച്ചിരുന്ന പ്രശസ്ത കവിയും ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു പൂന്താനം നമ്പൂതിരിപ്പാട്. മലയാളത്തിൽ ദിവ്യജ്ഞാനത്തിന്റെ ഗാനം എന്നർത്ഥം വരുന്ന ജ്ഞാനപ്പാന എന്ന തന്റെ മാസ്റ്റർ പീസാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്ന ഭാഷ കർണാമൃതം, കുമാരഹരണം അല്ലെങ്കിൽ സന്താനഗോപാലം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മലയാളത്തിലെ മറ്റ് പ്രധാന കവിതകൾ. സംസ്കൃതത്തിലെ രാഘവീയം, വിഷ്ണുവിലാസം, സീതാരാഘവം, ആധുനിക മലയാളത്തിലെ വിഷ്ണുഗീത, പഞ്ചതന്ത്രം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ. ഭക്തകവി പ്രമുഖന്മാരിൽ ഒരാളായിരുന്നു പൂന്താനം. മലപ്പുറത്തെ പൂന്താനം ഇല്ലത്ത് 1547 പൂന്താനം നമ്പൂതിരി ജനിച്ചതെന്ന് കണക്കാക്കുന്നു. അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ പേര് വ്യക്തമല്ല. ദീർഘനാൾ നീണ്ടുനിന്ന അനവധ്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി. എന്നാൽ അന്നപ്രാശന ദിനത്തിൽ ആ കുഞ്ഞു മരിച്ചതോടെ പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മക്കളായി മറ്റുണ്ണികൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ഭക്തിക്കൊപ്പം മൃദുഭാവവും തെളിഞ്ഞു ആ കവിതയിൽ. ഗുരുവായൂരപ്പന്റെ കഥകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. ഒരുപാട് കഥകൾ അദ്ദേഹവും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടുണ്ട്. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ജ്ഞാനപ്പാനയിൽ അദ്ദേഹം ഇത് വിവരിച്ചിട്ടുമുണ്ട്. ആ ദിവസമാണ് ഗുരുവായൂർ ദിവസം ഇന്ന് പൂന്താന ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭാഗവതം വായിക്കുകയും ഭഗവാന്റെ മഹത്വങ്ങൾ ലളിതമായി മലയാളത്തിൽ ആലപിക്കുകയും ചെയ്തുകൊണ്ട് പൂന്താനം 90 വർഷത്തിലേറെ ജീവിച്ചു. എല്ലാ മാസവും ഗുരുവായൂരപ്പനെ ദർശനം നടത്താൻ അദ്ദേഹം ഏകദേശം 100 കിലോമീറ്റർ നടക്കുമായിരുന്നു. വഴി ഇടുങ്ങിയതും സുരക്ഷിതമല്ലാത്തതുമാണെങ്കിലും പ്രത്യേകിച്ച് പകൽ വെളിച്ചത്തിൽ കാട്ടിലൂടെയുള്ള അത്തരമൊരു യാത്രയിൽ പൂന്താനം കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയായി. അയാൾ തന്റെ പണവും മോതിരവും അവർക്ക് നൽകി. പക്ഷേ തിരുമേനി വളരെ ഏറെ വിലമതിച്ചിരുന്ന ഒരു ചെറിയ പാക്കറ്റിന്റെ പിന്നാലെ അവർ അപ്പോഴും അലഞ്ഞു നടന്നു. ആ പാക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിധിയായിരുന്നു ഭാഗവത പുസ്തകം. അത് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതൊരു പുസ്തകമാണെന്ന് വിശ്വസിക്കാതെ കൊള്ളക്കാർ ആക്രമണം തുടർന്നു. നിരാശയോടെ പൂന്താനം കണ്ണുകൾ അടച്ച് ഭഗവാന്റെ സഹായത്തിനായി നിലവിളിച്ചു. ഈ ബഹളത്തിനിടയിൽ കുതിരപ്പുറത്ത് വന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. കൊള്ളക്കാരെ ചെറുത്ത് പൂന്താനത്തിന്റെ പണവും മോതിരവും എടുത്തു. ആ മനുഷ്യൻ സാമൂതിരി രാജാവിന്റെ മന്ത്രിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി യാദൃച്ഛികമായി അതുവഴി കടന്നു പോവുകയായിരുന്നു. നന്ദിയോടെ പൂന്താനം തന്റെ മോതിരം മന്ത്രിക്ക് സമ്മാനമായി നൽകി. അദ്ദേഹം അത് സ്വീകരിച്ച് പൂന്താനത്തെ സുരക്ഷിതമായി ക്ഷേത്രത്തിലേക്ക് നയിച്ചു. പിന്നീട് അപ്രത്യക്ഷനായി. ആ രാത്രിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന് ഒരു സ്വപ്നം കണ്ടു. വിഗ്രഹത്തിൽ ഒരു മോതിരം കണ്ടെത്തി പൂന്താനത്തിന് കൊടുക്കാൻ നിർദ്ദേശം ലഭിച്ചു. അടുത്ത ദിവസം ദർശനത്തിനായി അദ്ദേഹം വരും. അത്ഭുതത്തോടെ പിറ്റേന്ന് രാവിലെ വിഗ്രഹത്തിന്റെ വിരലിൽ ഒരു മോതിരം പുരോഹിതൻ കണ്ടെത്തി. ദർശനത്തിനായി പൂന്താനം എത്തിയപ്പോൾ പുരോഹിതൻ മോതിരം അദ്ദേഹത്തിന് നൽകുകയും തന്റെ സ്വപ്നം വിവരിക്കുകയും ചെയ്തു. മന്ത്രിക്ക് കൊടുത്ത മോതിരം തൻ്റേതാണെന്ന് കണ്ട് പൂന്താനം അത്ഭുതപ്പെട്ടു. മന്ത്രിയുടെ വേഷത്തിൽ തന്നെ രക്ഷിക്കാൻ വന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഉപാധികളില്ലാതെ ഏക അഭയം ഭഗവാനാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഉത്തരരാജ്ഞിയുടെ പ്രാർത്ഥനയിൽ ഇത് പ്രതിധ്വനിക്കുന്നുണ്ട്. ഈ ലീലകളിൽ തന്നെയല്ലേ മറ്റാരെയും അറിയാത്ത തൻ്റെ ഭക്തരെ സംരക്ഷിക്കാൻ ഭഗവാൻ എങ്ങനെ ഉടനടി സ്വന്തം ആയുധം എടുക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭഗവാന്റെ കാരുണ്യത്തിലും സംരക്ഷണത്തിലും ആശ്രയിച്ച് അതേ തലത്തിലുള്ള സമർപ്പണവും ഭക്തിയും വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കണം. ഭഗവാൻ തൻ്റെ എല്ലാ ഭക്തരെയും സ്നേഹിക്കുകയും അവരുടെ സമർപ്പണത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ ലാളിത്യവും സമർപ്പണത്തിൻ്റെ ആഴവും മനസ്സിലാക്കാനും സ്വീകരിക്കാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സംതൃപ്തിയും ഭക്തിയും നിറഞ്ഞ ജീവിതം നയിക്കാനും എന്നെ നയിക്കണമേ. എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഞാൻ എപ്പോഴും മുൻഗണന നൽകട്ടെ. ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഭഗവാനെ സേവിക്കാൻ അനുഗ്രഹിക്കണേ. പൂർണ്ണമായ സമർപ്പണത്തിൻ്റെയും സംരക്ഷണത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും യഥാർത്ഥ മൂല്യം കാണാനുള്ള ജ്ഞാനം നൽകണമേ എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.